ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഗൂഗിൾ മീറ്റിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെയും അതുപോലെ ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ പിന്നെ യൂട്യൂബിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫ് ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക്, അതായത് അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാനൊരിക്കൽ കൂടെ ആ വാക്യങ്ങൾ വായിക്കാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വച്ച് അവനെ സർവത്തിനും തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തനനിരതമായിരിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ആ ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്, പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ 21-ാം വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ ശക്തി യേശുവിൽ പ്രവർത്തിച്ചപ്പോൾ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക മാത്രമല്ല ചെയ്തത്. നമ്മൾ വായിച്ചു, സ്വർഗത്തിൽ അവനെ ദൈവത്തിൻ്റെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ആ ശക്തി എന്ത് ചെയ്തു? യേശുവിനെ ഉയർപ്പിച്ചിട്ട് യേശുവിനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തി. ഇനി ആ വലത്തുഭാഗത്തിരുത്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം മീതയായിട്ട് ഇരുത്തി എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ്? എല്ലാ വാഴ്ചകൾക്കും, നമ്മൾ ആ വാക്കുകൾക്ക് വളരെ ശ്രദ്ധ കൊടുക്കണം. അവിടെ പറഞ്ഞത് എല്ലാ, ഓൾ എന്ന് വെച്ചാൽ ഒന്നുപോലും അതിനകത്തുനിന്ന് ഒഴിച്ചു നിർത്തിയിട്ടില്ല. എല്ലാ വാഴ്ചകൾക്കും, പ്രിൻസിപ്പാലിറ്റി ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതാണ് പ്രിൻസിപ്പാലിറ്റി, എല്ലാ വാഴ്ചകൾക്കും, അധികാരത്തിനും, പവേഴ്സ് എല്ലാ അധികാരത്തിനും, ശക്തിക്ക് മൈറ്റ് എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും ഡൊമിനിയൻ, ഈ 4 കാര്യങ്ങൾക്കും മാത്രമല്ല ഈ ലോകത്തിലോ വരുവാനുള്ളതിലോ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. നോക്കൂ, അപ്പം എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും ശക്തികൾക്കും എല്ലാ നാമത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും ഉള്ള എല്ലാ നാമത്തിനും മേലെ ഇരുത്തി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളും എന്താണ്? ദറ്റ് ഈസ് എ ഹയറാർക്കി, ഒരു അധികാര ശ്രേണിയാണ്. പ്രിൻസിപ്പാലിറ്റീസ് വാഴ്ചകൾ, പവർ അധികാരം, മൈറ്റ് ശക്തി, ഡൊമിനിയൻ കർത്തൃത്വം, പിന്നെ സകല നാമങ്ങളും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പുതിയ നിയമത്തിൽ മലയാളത്തിൽ നാമമെന്നും ഇംഗ്ലീഷിൽ നെയിം എന്നും തർജ്ജമ ചെയ്തിരിക്കുന്ന പല ഭാഗത്തെയും അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അധികാരങ്ങൾ എന്ന, അധികാരമെന്ന അർത്ഥം. അധികാരം അതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്
അധികാരം എന്നുള്ള അർത്ഥമുണ്ട്. ഒനോമ എന്നുള്ള ഗ്രീക്ക് വാക്കിന് അധികാരം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന കൂട്ടത്തിലാണ് നാമം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് ഒനോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ മാത്രമല്ല, അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളും ഈ ലോകത്തിലേതാണ്. എന്നിട്ട് പറഞ്ഞു ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലെയും സകല അധികാരങ്ങൾക്കും അത്യന്തം മീതെ. നോക്കിക്കേ, അവിടെ യേശുവിന് എന്ത് ചെയ്തു? ഇരുത്തി. എവിടെ? ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്. നമ്മളിന്ന് രാത്രിയിൽ ഈ വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ദൈവശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ് ഒരു 5 മിനിറ്റ് എങ്ങാനും കൂടുതൽ പോകാനായിട്ട് സാധ്യതയുണ്ട്. പ്രശ്നമില്ല. കാരണം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മളൊന്ന് പഠിച്ച് ഇരിക്കണം. നമ്മൾ വിശ്വാസത്തിലും പ്രായോഗിക ജീവിതത്തിലും ദൈവവചനം കാര്യങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവവചന പഠനത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ ദൈവം അവനെ തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. കുറച്ച് വാക്യങ്ങൾ നമുക്ക് അതോടുള്ള ബന്ധത്തിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകണം. അപ്പോസ്തല പ്രവൃത്തികളിലേക്കൊന്ന് വരാമോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നമ്മൾ പത്രോസിൻ്റെ ആ പ്രസംഗം വായിക്കുകയാണ്. അതിൻ്റെ 32-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉദ്ധരിച്ചിരുന്നു. 33-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പത്രോസ് പറയുകയാണ്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ 32-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് പറയുകയാണ്, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. അപ്പം അവിടെയും പത്രോസ് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തെന്ന അല്ലേ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ കാണുന്നു: ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പം അപ്പോസ്തലന്മാരിത് കണ്ടതാ. എന്ത്? യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത് അപ്പോസ്തലന്മാർ കണ്ടതാണ്. ആ കണ്ട കാര്യമാണ് 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു എന്ന്. നോക്കിക്കേ, 1-2 വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കണം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തു ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. എവിടെ? ഉയരത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയുള്ളത് ചിന്തിക്കാതെ ക്രിസ്തു ഇരിക്കുന്ന അവിടെയുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ഓക്കെ, അതവിടെ പറയുന്നത്. ഓക്കെ, ഇനി എബ്രായ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അവൻ്റെ, അതായത്
ആദ്യം അവൻ എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച്. അവൻ അവൻ്റെ, ആരുടെ? പിതാവായ ദൈവത്തിൻ്റെ. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അവൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. താഴേക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ വിഷയമല്ല. അപ്പം അവിടെ പറഞ്ഞത് ക്രിസ്തു ആരാണ്? അവൻ്റെ, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ. എന്താ അത്? ഹി ഈസ് ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറി. അതായത് ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ തേജസ്, അത് റേഡിയേറ്റ് ചെയ്തത് യേശുവിൽ കൂടെ. എന്താ മക്കളെ റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? അത് സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് പുറത്തേക്ക് വിടുന്നതിനെയാണ് റേഡിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ദൈവത്തിൻ്റെ പ്രഭ, ദൈവത്തിൻ്റെ തേജസ്, അത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആരിൽ കൂടെയാണ്? യേശുവിൽ കൂടെയാണ്. അതാ വാക്കിൻ്റെ അർത്ഥം. അവൻ തേജസ്സിൻ്റെ പ്രഭ, ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി, തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. എന്ന് വെച്ചാൽ തത്വം എന്ന മലയാളം വാക്കിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത് എസൻസ് എന്നാണ്. ആ തത്വം, അതായത് ദൈവം എന്താണോ അതാണ് ദൈവത്തിൻ്റെ തത്വം എന്ന് പറയുന്നത്. എസൻസ് ഓഫ് ഗാഡ്. ദൈവം ആരാണോ, അല്ലെങ്കിൽ ദൈവം എന്താണോ, അതാണ് ദൈവത്തിൻ്റെ തത്വം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. സോ ജീസസ് ഈസ് ദ സീൽ ഓഫ് ദ എസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ എസൻസിൻ്റെ, ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ, ദൈവത്തിൽ എന്തുണ്ടോ അതിൻ്റെ മുദ്രയാണ് ആര്? യേശു. ആ മുദ്രയിലൂടെയാണ് നമുക്കെന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇപ്പം ഞാനിപ്പം അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ബില്ലിൽ, ഒരു നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ താഴെ ഒപ്പിട്ടിട്ട് അതിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ സീല് വയ്ക്കും. ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അവിടെ ഒപ്പിട്ടിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യും? സീല് വയ്ക്കും. ആ സീലാണ് വെളിപ്പെടുത്തുന്നത് ആരെ? ഇത് ഒപ്പിട്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. സോ ജീസസ് ഈസ് ദ സീൽ ഓഫ് ദ എസൻസ് ഓഫ് ഗാഡ്. ദൈവം ആരാണോ, ദൈവത്തിൻ്റെ എസൻസ് എന്താണോ, ദൈവത്തിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് വെളിപ്പെടുത്തി തന്നതാരാ? യേശുവ. അപ്പം അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അവനാണ് സകലത്തിൻ്റെയും എക്സിസ്റ്റൻസിൻ്റെ കാരണഭൂതൻ. സകലവും നിലനിൽക്കുന്നതിൻ്റെ കാരണം യേശുവാണ്. കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ. സോ അവനാണ് സകലത്തെയും എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത്. ഹീ ഈസ് ദ കോസ് ഓഫ് എക്സിസ്റ്റൻസ്. നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ കോസ് എന്ന് പറയുന്നത് യേശുവാണ്. അത് അവൻ എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം എന്ത് ചെയ്തു? ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് നമ്മൾ അവിടെയും വായിക്കുന്നു. അപ്പോൾ ദൈവം അവനെ തൻ്റെ വലത്തുഭാഗത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ഇരുത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി എബ്രായ ലേഖനം തന്നെ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഇവിടെ അത് തന്നെ പറഞ്ഞത്. ഏകയാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട്, പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ എന്ത് ചെയ്യാണ്? കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അല്ലേ? സങ്കീർത്തനം 110-1 വാക്യത്തെ നമ്മൾ വായിക്കുന്നതാണ്. ഞാനെന്തായാലും റെഫറൻസ് പറയുന്ന വാക്യങ്ങളൊക്കെ വായിക്കുന്ന ശീലം എനിക്കുള്ളത് കൊണ്ട് ആ വാക്യം കൂടെ അങ്ങ് വായിക്കാം. പഴയ നിയമത്തിലെ വാക്യമാണ്. 110-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം. ഒരു മിനിറ്റ്, ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. 110-ാം സങ്കീർത്തനത്തിൻ്റെ
1-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോൾ ഇതെപ്പോഴാണ് ദാവീദ് പറഞ്ഞതെന്നറിയാമോ? യേശു ജനിക്കുന്നതിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപേ ദാവീദ് എന്ത് ചെയ്തതാണ് പറഞ്ഞത്? എന്ത്? ദൈവം കർത്താവിനോട് പറയുക, യഹോവ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എന്ത് ചെയ്യുക? എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. ഈ വാക്യമാണ് എബ്രായലേഖനം 10:12-13 നമ്മൾ വായിച്ചപ്പോൾ നമ്മൾ കണ്ടത്. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു എന്ന് പറയുക. അപ്പം ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ജീസസ് ഇസ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ്. യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വൈ അറ്റ് ദ റൈറ്റ് ഹാൻഡ്? എന്താ വലത്തുഭാഗത്തിരുത്താനുള്ള കാരണം? എന്താ ഇടത്ത് ഭാഗത്തിരുത്താൻ ഞാൻ അല്ലേ? ദൈവം തൻ്റെ വലത്തുഭാഗത്തിരുത്തി എന്നാണ് പറയുന്നത്. എന്താ ദൈവം ഇടത്ത് ഭാഗത്തിരുത്തി എന്ന് പറയാഞ്ഞത്? ഞാനൊരു കാര്യം പറയാം. ഈ ബൈബിളിനകത്ത് ഈ വലത്തുഭാഗം എന്നൊക്കെ പറയുന്നത് അതൊക്കെ സിംബോളിക്കായിട്ട്, അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വലത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് അവൻ്റെ ഏത് സൈഡ് കൊണ്ടാണ്? വലത്തെ സൈഡ് കൊണ്ടാണ്. കാരണം വലതുവശത്താണ് അവൻ്റെ ശക്തി. ഓഫ് കോഴ്സ് ഞാൻ അംഗീകരിക്കുന്നു, ചിലർ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നോർമലി സ്പീക്കിംഗ് എന്താണ്, നമ്മളുടെ ശക്തി പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? വലത് കൈയാണ് ഉപയോഗിക്കുക. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്. ഇപ്പോൾ ദൈവം യേശുവിനെ തൻ്റെ വലത്തുഭാഗത്തിരുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം യേശുവിന് താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം ദൈവം കൊടുത്തെന്ന് അതിൻ്റെ അർത്ഥം. ഗോഡ് ഈസ് വർക്കിംഗ് ത്രൂ ജീസസ്. യേശുവിലൂടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. യേശുവിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം അതാണ് വലത്തുഭാഗത്തിരുത്തി എന്ന് പറയുന്നത്. അപ്പം യേശു ഈ വലത്തുഭാഗത്തിരുന്നിട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളൊന്ന് കാണണം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കട്ടെ. അവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു അവൻ ദൈവസന്നിധിയിൽ എന്താണ് ചെയ്യുന്നത്? അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു. ഹീസ് എ മീഡിയേറ്റർ ഫോർ us. അവൻ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിലൊരു മധ്യസ്ഥനാണ്. ദൈവത്തിനും എനിക്കുമിടയിൽ ഉള്ളൊരു മധ്യസ്ഥനാണ് ആര്? യേശു. അപ്പം യേശു ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാതം ചെയ്യുന്നു, മധ്യസ്ഥം ചെയ്യുന്നു. നോക്കിക്കേ, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നോക്കിക്കേ, നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? മധ്യസ്ഥത ചെയ്യുന്നു. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 1 John chapter 2 verse 1. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അപ്പം ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നമുക്ക് ഒരു കാര്യസ്ഥനായിട്ടുണ്ട്. എപ്പോൾ? നാം പാപം ചെയ്തു എങ്കിൽ. കാരണം അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാപം സംഭവിച്ചാൽ, നാം പാപത്തിൽ വീണുപോയാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓൺ ദ സ്പോട്ട് പിശാച് നമ്മുടെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും, നീ ഇന്ന പാപം ചെയ്തില്ലേ, അതുകൊണ്ട് നിനക്കിന് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു, നീ ഇത്രയും വൃത്തികെട്ടവനാണ്, നീ ഇത്രയും മോശമാണ്, നീ പാപം ചെയ്തില്ലേ, നിനക്കിന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പിശാച് ഓൺ ദ സ്പോട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും. പക്ഷേ നമ്മളത് വിശ്വസിക്കരുത്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ ക്രിസ്തു എന്ന ഒരു മധ്യസ്ഥനുണ്ട്. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി അവൻ പക്ഷവാദം ചെയ്യുകയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. അതുകൊണ്ട് പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുക അല്ല ചെയ്യേണ്ടത്. പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുകയാണ് വേണ്ടത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പം യേശു നമുക്ക് വേണ്ടി അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിതാവിൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ചെല്ലാം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ യേശുവിനെ ദൈവം ഉയർത്തി തൻ്റെ വലത്തുഭാഗത്തിരുത്തി എന്ന് പറഞ്ഞത് പെട്ടെന്ന് ദൈവം എടുത്തൊരു ഡിസിഷനല്ല, പെട്ടെന്ന് ദൈവം എടുത്തൊരു തീരുമാനമല്ല. കാരണം 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശു ജനിക്കുന്നതിനും ഏകദേശം 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട ഭാഗമാണ്. അപ്പോൾ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവിക പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്ത്? യേശുവിനെ തൻ്റെ വലത്തുഭാഗത്തിരുത്തുക എന്നുള്ളത് ദൈവിക പദ്ധതിയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. ഇനി യേശുവും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഈ കാര്യം യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞു? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ എവിടെ പറഞ്ഞു? 26-ാം അധ്യായത്തിൽ. 26-ന്റെ 64-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു അവനോട്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. നോക്കൂ, യേശു തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് താൻ പ്രവചിക്കുക എന്താണ്? നിങ്ങൾ കാണും, യു വിൽ സീ, നിങ്ങൾ കാണും. എന്ത് കാണും? മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് നിങ്ങൾ കാണും. മാത്രമല്ല, അവൻ വാനമേഘങ്ങളെ, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ യേശു നേരത്തെ പറഞ്ഞു. 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് യേശുവും പറഞ്ഞു. സോ ഇറ്റ് ഈസ് നോട്ട് ബൈ ആൻ ആക്സിഡൻറ്റ്, യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല, യേശുവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിക്കകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അവനെ വലത്തുഭാഗത്തിരുത്തുക എന്നുള്ളത്. എന്നിട്ട് ആരെങ്കിലും കണ്ടോ? യേശു പറഞ്ഞ് കാണുന്നല്ലേ പറഞ്ഞേ? കണ്ടോ? കണ്ടു. എവിടെ കണ്ടു? പറയാം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വന്നേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം ഒന്നെടുത്തേ. ആരെങ്കിലും കണ്ടോ എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം, അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55, 56 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 55, 56 വാക്യങ്ങൾ. നമ്മളത് സ്തേഫാനോസിനെ യഹൂദന്മാർ കൊല്ലുന്ന ഭാഗമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു 54 തൊട്ട്,
ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. സ്തെഫാനോസിൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ, സ്തെഫാനോസോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. യേശു പറഞ്ഞതാ, കാണുമെന്ന് പറഞ്ഞതാ. യേശു കാണുമെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കും. കണ്ടു. എന്നിട്ട് 56-ാം വാക്യത്തിൽ വിളിച്ചു പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നവൻ വിളിച്ചു പറയുക. അപ്പോൾ അത് കണ്ടു. അപ്പോൾ ഇപ്പം യേശു എവിടെ ഉണ്ട്? ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുണ്ട്. എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, എഫെസ്യൻസിൽ നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് മടങ്ങി വന്ന് കുറച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചിന്തിച്ചിട്ട് വേണം ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട്. തിരിച്ചു വരാം. നമുക്ക് എഫെസ് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. സ്വർഗത്തിൽ തൻ്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. ഇനി ഫിലിപ്പ് ലേഖനത്തിലേക്കൊന്ന് വരാമോ? അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനങ്ങനെ ഇരുത്തിയതാരാണ്? പിതാവായ ദൈവമാണ്. ഇനി ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഫിലിപ്പ് ലേഖനം 2:9. അതുകൊണ്ട് ദൈവവും അവന് ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമ്മൾ വായിക്കുന്നത് യേശുവിനെ ദൈവം ഉയർത്തി എന്നാണ് വായിക്കുന്നത്. യേശുവിനെ ദൈവം ഉയർത്തി. ഗോഡ് ഹാസ് എക്സാൾട്ടഡ് ജീസസ്. ദൈവം യേശുവിനെ എന്ത് ചെയ്തു? ഉയർത്തി. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരാളെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ ആയിരിക്കണം? താഴ്ന്നവനായിരിക്കണ്ടേ? താണവനല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? താണവനെ അല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം യേശുവിനെ ദൈവം ഉയർത്തി എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നതിന് മുൻപ് യേശു എവിടെയായിരുന്നു? താഴെയായിരുന്നു അല്ലേ? അപ്പം ഈ യഹോവ സാക്ഷികളൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, യേശു ഒരിക്കലും പിതാവായ ദൈവത്തിന് സമനല്ല. അവൻ പിതാവിനേക്കാൾ താഴെയാണ്. അവൻ എന്തെങ്കിലും പദവികൾ ഉണ്ടെങ്കിൽ അത് ദൈവം അവന് കൊടുത്തതാണ്. അല്ല, അങ്ങനെ നമ്മൾ വായിക്കുന്നത്. ദൈവം അവനെ ഉയർത്തി, ഈ അധികാരങ്ങൾക്കൊക്കെ മേലെ അവനെ ഇരുത്തി. അപ്പോൾ ഇതൊക്കെ ദൈവം കൊടുത്തതാണ്, അവനുള്ളതല്ലായിരുന്നു അല്ലേ? പക്ഷെ ത്രിയേകദൈവ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവർ തുല്യരാണ്. ദേ ആർ ഈക്വൽ. അവരുടെ ഇടയ്ക്ക് ഉയർന്നവൻ താണവൻ എന്ന വ്യത്യാസം ഇല്ല എന്നാണ് ത്രിയേക ദൈവവിശ്വാസം പഠിപ്പിക്കുന്നത്. അപ്പം ആ ഉയർച്ച താഴ്ച ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെ ഈ വാക്യം പറയാനായിട്ട് പറ്റും? ദൈവം അവനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ താഴെയായിരുന്നെന്നാണല്ലോ. അപ്പോൾ താഴെയായിരുന്ന യേശുവിനെയാണ് ദൈവം എന്ത് ചെയ്തത്? ഉയർത്തിയത്. പിന്നെങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും അവൻ തുല്യനായിരുന്നു എന്ന്? അല്ലേ? യഹോവ സാക്ഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? എന്താ യാഥാർത്ഥ്യം?
നമുക്കൊന്ന് ചിന്തിക്കാതെ ആ ഒരു ഭാഗം ഒന്ന് ചിന്തിക്കണം. അത് ചിന്തിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താനായിട്ട് പറ്റുള്ളൂ. എന്താ അതിൻ്റെ യാഥാർത്ഥ്യം? നോക്കിക്കേ, നമ്മൾ ചോദിച്ച ആ ചോദ്യം യാഥാർത്ഥ്യമാണ്. കാരണം യേശു ഓൾറെഡി ഉയർന്നവനാണെങ്കിൽ അവനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉയർത്താനായിട്ട് പറ്റില്ല. അപ്പം ഉയർത്തുന്നതിന് മുൻപ് യേശു താണവനായിരുന്നു എന്ന് നാം സമ്മതിച്ചേ മതിയാകുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ യഹോവ സാക്ഷികൾ പറയുന്ന ഉപദേശമാണോ ശരി? അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? വചനത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വെറുതെ നമ്മുടെ ചിന്തകളിട്ട് വട്ടം കറക്കാതെ ദൈവവചനം എന്ത് പറയുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ദൈവവചനത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എന്ന്. ദൈവം അവനെ ഉയർത്തി. മറ്റു ചില ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളൊക്കെ പറയുന്നുണ്ട് ദൈവം അവനെ കർത്താവും ക്രിസ്തുവുമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം അവനെ ഉയർത്തി. എഫെസ് ലേഖനത്തിൽ അത് തന്നെയാണ്. ദൈവത്തിൻ്റെ ശക്തി അവനിൽ വ്യാപരിച്ചപ്പോഴാണ് അവനെ ഉയർത്തിയത്. ശരിയാണ്. പക്ഷേ നമ്മൾ മറ്റു ചില കാര്യങ്ങളൂടെ അവിടെ മനസ്സിലാക്കണം. ആ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ എന്താ കാണുന്നത്? അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ആര്? 5-ാം വാക്യം വായിച്ചാലേ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടുകയുള്ളൂ. 5-ാം വാക്യം വായിക്കുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പം 5-ാം വാക്യം തൊട്ട് ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുയേശുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുക അവൻ ആര്? ക്രിസ്തുയേശു. സംശയമില്ലല്ലോ? ഇല്ല. അവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുയേശുവാണ്. പറയുക അവൻ ദൈവരൂപത്തിലിരിക്കെ. സോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. ഹി വാസ്. അപ്പം മുമ്പേ അവൻ എങ്ങനെയായിരുന്നു? ദൈവരൂപത്തിലായിരുന്നു. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ്റെ തത്വത്തിൻ്റെ മുദ്രയാണ്. ദൈവത്തിൻ്റെ എസൻസ് എന്താണോ അത് വെളിപ്പെടുത്തിയവനാണ് യേശു. സോ ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്. അവൻ ദൈവരൂപത്തിലായിരുന്നു മുമ്പേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അപ്പം അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ എന്തുണ്ടായിരുന്നു? ദൈവത്തോട് സമത്വമുണ്ടായിരുന്നു. ഇക്വാലിറ്റി വിത്ത് ഗോഡ്. ഇതാണ് ത്രിയേക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ദേ ആർ ഈക്വൽ. ദേ ആർ ഈക്വൽ. അവർ തുല്യരാണ്. യേശുവിന് എന്തുണ്ടായിരുന്നു? പിതാവായ ദൈവത്തോട് സമത്വം, ഇക്വാലിറ്റി ഉണ്ടായിരുന്നു, തുല്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ തുല്യത മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് യേശു ചിന്തിച്ചില്ല. അവൻ ദൈവരൂപത്തിലായിരുന്നു. ദൈവവുമായിട്ട് ഇക്വാലിറ്റി, സമത്വം അവനുണ്ടായിരുന്നു, തുല്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ പൊസിഷനിൽ തന്നെ ഇരിക്കണം എന്ന് കർത്താവ് എന്ത് ചെയ്തില്ല? ചിന്തിച്ചില്ല. പകരം എന്ത് ചെയ്തു? അവൻ ദാസരൂപമെടുത്തു. ഹി വാസ് ഇൻ ദ ഫോം ഓഫ് ഗാഡ്. അവൻ ദൈവരൂപത്തിലിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. ഹി ടുക്ക് ദ ഫോം ഓഫ് എ സെർവൻറ്റ്. അവൻ ദാസൻ്റെ രൂപം എടുത്തു. ആരും അവനെ ദാസനാക്കിയതല്ല. ഹി ഹിംസെൽഫ് ടുക്ക് ഇറ്റ്. അവൻ തന്നെത്താൻ അതെന്ത് ചെയ്തു? എടുത്തു. ദൈവരൂപത്തിലിരിക്കെ അവൻ ദാസരൂപം എടുത്തു. എന്നിട്ട് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അപ്പം ദൈവവുമായിട്ട് ഇക്വാലിറ്റി ഉണ്ടായിരുന്ന, തുല്യത ഉണ്ടായിരുന്ന യേശു അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. ആരും അവനെ ചവിട്ടി താഴ്ത്തിയതല്ല. താഴാൻ അവനെ ആരും നിർബന്ധിച്ചതല്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവൻ താണതല്ല. അവൻ തന്നെത്താൻ അവനെ എന്ത് ചെയ്തു? താഴ്ത്തി. എപ്പം? യേശു മനുഷ്യനായപ്പം, ഈ ലോകത്തിൽ ജനിച്ചപ്പം. അതുവരെ അവൻ പിതാവിന് തുല്യനായിരുന്നു. പക്ഷേ
ഈ ലോകത്തിൽ ജനിക്കാൻ നേരത്തെ അവൻ എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. എന്തുകൊണ്ട്? യേശു സ്വയം താഴ്ത്തിയതുകൊണ്ട്. താഴ്ത്തിയില്ലായിരുന്നെങ്കിലോ ഉയർത്താൻ പറ്റത്തില്ല. അപ്പം യേശു ദൈവത്തോട്, പിതാവിനോട് സമത്വമുള്ളവനായിരുന്നു. അവിടുന്ന് യേശു തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. താഴ്ത്തിയത് കൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർത്തി. പിന്നെ ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? യേശു ജനിക്കുന്നതിന് മുൻപ്, ഒരു മനുഷ്യനാകുന്നതിന് മുൻപ് അവൻ എന്തുണ്ടായിരുന്നു? പിതാവുമായിട്ട് തുല്യത ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ആ തുല്യത ഒഴിവാക്കി തന്നെത്താൻ എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവൻ എന്ത് ചെയ്തു? ഉയർത്തി. ഇതാ സംഭവിച്ചത്. ഈ കാര്യം യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കകത്ത് യേശു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പം ലോകമുണ്ടാകുന്നതിന് മുൻപ് യേശുവിന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു മഹത്വം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദാറ്റ് ഇക്വാലിറ്റി വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള സമത്വം. അതാണ് ത്രിയേക വിശ്വാസം. പക്ഷേ ഇപ്പോഴവൻ താഴെയാ. എന്തുകൊണ്ട്? അവൻ തന്നെത്താൻ താഴ്ത്തി. എന്തിന്? മനുഷ്യനാകാൻ, നമ്മെ രക്ഷിക്കാൻ. അത് കഴിഞ്ഞ് അവൻ്റെ ആ രക്ഷണ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? വീണ്ടും ഉയർത്തി. അപ്പം ആ ഒരു 33.5 വർഷത്തെ താഴ്ചയായ യേശു അനുഭവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർത്തി. അതവിടെ സംഭവിച്ചത്. അല്ലാതെ പണ്ട് തൊട്ടേ യേശു താണവനല്ല. പണ്ടവന് ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വം ഉണ്ടായിരുന്നു. അവിടേക്കാണ് നീ എന്നെ തിരിച്ചു ചേർക്കാൻ യേശു പ്രാർത്ഥിക്കുന്നത്. അവിടേക്കാണ് ദൈവം അവനെ തിരിച്ചു ചേർത്തത്. അതെപ്പോൾ നഷ്ടപ്പെട്ടു? അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോഴാണ് അവനത് വേണ്ടെന്ന് വെച്ചത്, തന്നെത്താൻ താഴ്ത്തിയത്. എന്തുകൊണ്ടാണ്? നമ്മെ സ്നേഹിച്ചത് കൊണ്ട്. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് ദ ലവ് ഓഫ് ജീസസ്. യേശുവിൻ്റെ സ്നേഹമത. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ട് തന്നെത്താൻ താഴ്ത്തി. പക്ഷേ ആ രക്ഷണ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ ദൈവം യേശുവിനെ ഉയർത്തി. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ പലപ്പോഴും നിങ്ങൾ കാണുന്നത് പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പുത്രനെയാണ്. കാരണം അവൻ തന്നെത്താൻ താഴ്ത്തിയതാ. എന്നാൽ പുനരുത്ഥാനം കഴിഞ്ഞ യേശു മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ്റെ രക്ഷണ പ്രവൃത്തി കഴിഞ്ഞു. അവൻ തന്നെത്താൻ താഴ്ത്തി ആ സ്റ്റേജ് കഴിഞ്ഞു. പിതാവ് അവനെ എന്ത് ചെയ്തു? ഉയർത്തി. ഇപ്പം എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും സകലാധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഇതാ ദൈവം അവനെ ഉയർത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ഒരു ചോദ്യം കൂടെ എനിക്ക് അവിടെ ഡീൽ ചെയ്യണം, എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. വൈ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ്? നോക്കൂ, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ത്രിയേക വിശ്വാസം പറയുന്നത് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും സ്നേഹത്തിൽ, തികഞ്ഞ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ്. ഹീസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗാഡ്. അപ്പം നമുക്കത് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ദർ ഇസ് എ സ്മോൾ സെപ്പറേഷൻ. ഒരു ചെറിയൊരു വേർപാട് അവിടെ കാണുന്നുണ്ട്. വൈ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം
ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, 24-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. സോ ഗോഡ് ഈസ് എ സ്പിരിറ്റ്. അവന് ശരീരമില്ല, ഹീസ് എ സ്പിരിറ്റ്. അവൻ ആത്മാവാ, ദൈവം ആത്മാവാകുന്നു. ആ ബൈബിൾ പഠിപ്പിക്കുന്നത്. ബട്ട് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു ജീസസ് ഹാവ് എ ബോഡി ഓർ നോ? യേശുവിനിപ്പോൾ ശരീരം ഉണ്ടോ ഇല്ലയോ? ദ ആൻസർ ഈസ് യെസ്. അതിൻ്റെ ഉത്തരം ഉണ്ടെന്ന്. കാരണം പുനരുത്ഥാനം ചെയ്തപ്പോൾ യേശു ശരീരത്തോടു കൂടെയാണ് പുനരുത്ഥാനം ചെയ്തത്. മാത്രമല്ല, അവൻ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് മീനും തേൻകട്ടയും ഒക്കെ വാങ്ങി കഴിക്കുകയും ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്തിന്? ഞാനൊരു സ്പിരിറ്റല്ല എന്ന് കാണിക്കാൻ, ഞാനൊരു ഭൂതമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം യേശുവിന് ശരീരമുണ്ട്. ഇനി എൻ്റെ ചോദ്യം, യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഈ ശരീരത്തോടു കൂടെയാണോ പോയത്, അതോ ശരീരം ഇവിടെ ഇട്ടിട്ടാണോ പോയത്? ശരീരത്തോടു കൂടെയാണ് പോയത്. ഇപ്പം യേശുവിന് ശരീരമുണ്ടോ? ഉണ്ട്. പിതാവോ? ഹീസ് എ സ്പിരിറ്റ്. അപ്പം ആത്മാവായ പിതാവും ശരീരമുള്ള പുത്രൻ തമ്മിൽ ഈ ഒരു കാരണം കൊണ്ടായിരിക്കണം എന്നുള്ളത് ഈ സെപ്പറേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ? അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന്. വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പിതാവിൻ്റെ സിംഹാസനവും കുഞ്ഞാടിൻ്റെ സിംഹാസനവും, 2 സിംഹാസനമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. വൈ? മേ ബി ബിക്കോസ് ഓഫ് ദിസ്. കാരണം പിതാവ് എന്താണ്? ആത്മാവാണ്. ആരാണ്? ആത്മാവാണ്. യേശുവിനിപ്പോൾ എന്തുണ്ട്? ശരീരമുണ്ട്. എന്തുകൊണ്ട്? അവൻ നീതീകരിക്കാനായിട്ട് വന്നത് ശരീരമുള്ള എന്നെയും നിങ്ങളെയും ആയതുകൊണ്ട് അവൻ ശരീരമെടുത്തു. ആ ശരീരം അവൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നും അവൻ ആ ശരീരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. അവൻ തൻ്റെ സഹോദരന്മാരോട് സദൃശനായതുപോലെ നാം അവനോടും സദൃശന്മാരാകും, ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടു കൂടെ. അതുകൊണ്ടാണ് ആ വലത്തുഭാഗം എന്നുള്ളൊരു സെപ്പറേഷൻ നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ജീസസ് ഈസ് നോട്ട് ഗാഡ്. യേശു ദൈവമല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഹീ ഈസ് ഗാഡ് ഹിംസെൽഫ്. അവൻ ദൈവമാണ്. അവൻ ദൈവമായിരുന്നു, അവൻ ദൈവമാണ്. ഇടയ്ക്ക് അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ 33.5 വർഷത്തേക്ക് അവൻ തന്നെത്താൻ താഴ്ത്തി. പക്ഷേ ദൈവം അവനെ ഉയർത്തി. ആ താണ സ്ഥലത്തുനിന്ന് ദൈവം അവനെ ഉയർത്തി. വീണ്ടും ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവിനോടുകൂടെ അവനുണ്ടായിരുന്ന മഹത്വത്തിൽ അവനെ ഇരുത്തി. ബട്ട് ദെയർ ഇസ് എ സെപ്പറേഷൻ. മേ ബി ബിക്കോസ് ഓഫ് ദിസ്. ഒരു വേർതിരിവ് നമുക്കവിടെ കാണാം. ഒരുപക്ഷെ ഇതായിരിക്കാം അതിൻ്റെ കാരണം. യേശു ശരീരമുള്ളവനും പിതാവ് ആത്മാവുമാണ്. അവർക്ക് പഴയതുപോലെ ഒന്നാകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ വേർതിരിവ്, സെപ്പറേഷൻ, വിടവ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ അത് യേശു ദൈവമെന്ന് അല്ല എന്നല്ല തെളിയിക്കുന്നത്. യേശു ദൈവമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. അതിനുമുമ്പ് എന്താണ് ഈ സ്റ്റഡിയുടെ അപ്ലിക്കേഷൻ? നമ്മളിത് പഠിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രായോഗിക പ്രാധാന്യം? എഫെസ്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം, സകല അധികാരങ്ങൾക്കും സകല വാഴ്ചയ്ക്കും സകല കർത്തൃത്വത്തിനും സകല ശക്തിക്കും സകല അധികാരങ്ങൾക്കും മേലായ അധികാരം യേശുവിനുണ്ട്. ഇന്ന് പലപ്പോഴും പ്രസംഗകർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, യേശു കടലിന്മേൽ അധികാരമുള്ളവനാണ്,
യേശു പിശാചിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. യേശു രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. യേശു മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. യേശു എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവനാണ്. ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്കെന്നാ കാര്യം? മൈ ക്വസ്റ്റ്യൻ ഈസ്, എൻ്റെ ചോദ്യം ഇതാ, യേശുവിന് നിങ്ങളുടെ മേൽ പൂർണ്ണ അധികാരമുണ്ടോ? നിങ്ങളുടെ മേലുള്ള പൂർണ്ണ അധികാരം യേശുവിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രോഗത്തിൻ്റെ മേലും കടലിൻ്റെ മേലും പിശാചിൻ്റെ മേലും കണത്തിലുള്ള അധികാരം പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവം അവനെ സകല അധികാരത്തിനും മേലായിട്ട് ഉയർത്തിയെങ്കിൽ എൻ്റെ മേൽ എനിക്കുള്ള അധികാരത്തേക്കാൾ അധികം ആർക്ക് അധികാരമുണ്ട്? യേശുവിന് അധികാരമുണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു കൊടുക്കണം. ആ യേശുവിൻ്റെ അധികാരം എൻ്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കഴിയണം. എൻ്റെ വാക്കുകളോട് നിർത്തയിക്കാൻ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയം ഒത്തിരി മുമ്പോട്ടേക്ക് പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുക. പ്രിയമുള്ളവരെ, യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അവനെ ഉയർത്തി, അവനെ വലത്തുഭാഗത്ത് ഇരുത്തി. നമ്മുടെ ജീവിതത്തിൽ ആ യേശു നമ്മുടെ ജീവിതത്തിൽ അധികാരം നടത്തുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.